Hi, how are you? Hello, fine. You are celebrating the health. No, I am actually on my run. I'm going to continue my run to NSS. Okay, join with this social venture. Very. Yeah, we just came and checked, and now we want to continue our run. Person തന്നെ ഇവിടെ സജീവമായിട്ട് വ്യായാമം ചെയ്യണം. അതെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതാണ്ട് യങ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ മുമ്പത്തേക്കാളും. വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ വ്യായാമം ചെയ്ത് മാറുമെങ്കിൽ ശ്രമം നടത്തും. എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ സാധാരണ നമുക്കൊരു മടി വരാറുണ്ട്. എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്തേ പറ്റുള്ളൂ. ജനാധിപത്യം എന്താ പറയുക, നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് മഞ്ചേരി നഗരസഭ വളരെ വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആളുകളും രാഷ്ട്രീയത്തിനതീതമായി നാട് മാറട്ടല്ലേ, ആരോഗ്യപരമായ നാടുണ്ടാവട്ടെ. നിങ്ങൾ കുറേ വിളിച്ചു പോകും, പണ്ട് കണ്ടതിൽ കുറേ വളരെ സാവധാനത്തിലാണ് എല്ലാവരും ഇപ്പോൾ സ്റ്റാറുകളാകുമ്പോൾ. ഞങ്ങളെ ഗ്രൗണ്ടാണ്, ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് രാവിലെ കൂടുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ യൂണിഫോമിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സൗന്ദര്യമുണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നമ്മൾ ജീവിതചര്യയൊക്കെ മൊത്തത്തിൽ മാറി മറിഞ്ഞ ഈ സാഹചര്യത്തിൽ നഗരസഭ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ അത് ഹെൽത്തി ആൾക്കാരെ കാണുന്ന സിനിമ കണ്ടിരുന്നു. ഇനി നാട് കണ്ടാൽ മതി. ആർക്കുണ്ട് അല്ല, എല്ലാത്തിനും പ്രചോദനമാണ്. ഇപ്പോൾ ഇതിനിയും മറ്റുള്ളവർക്കൊക്കെ പ്രചോദനമായിരിക്കും. അപ്പോൾ ഇനിയും ആൾ കൂടി വരണം, ആരോഗ്യം ശ്രദ്ധിക്കണം. കൊണ്ടോട്ടി സ്വദേശി റിട്ടയർ പട്ടാള ഉദ്യോഗസ്ഥൻ സലാഹുദ്ദീൻ സാറ് 12 കൊല്ലം മുമ്പ് ആരംഭിച്ചാണ്. സ്വദേശത്തും വിദേശത്തായിട്ട് 500-ലേറെ കേന്ദ്രങ്ങളിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ലിംഗ വ്യത്യാസം തന്നെ എല്ലാവർക്കും പറ്റും, എല്ലാ പ്രായക്കാർക്കും പറ്റും. ഇതിന് പ്രത്യേകത അരമണിക്കൂറേ ഉള്ളൂ. 21 ഐറ്റംസാണ്. ശരീരത്തിനെല്ലാം വാങ്ങാൻ പറ്റും. ഇപ്പോൾ നഗരസഭ മുനിസിപ്പാലിറ്റിയിലെ തുടക്കമാണ് ഇവിടെ. നാളെ മുതൽ 3 കേന്ദ്രത്തിൽ ആരംഭിക്കും, തുടർന്ന് എല്ലാ വാർഡിലും ആരംഭിക്കും. നിങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു ആരോഗ്യ മേഖല ഉണ്ടോ? നമ്മൾ ജിമ്മിൽ പോയി അവിടെ ഉണ്ടാവും, ഇവിടെ വന്ന് ഇവിടെ ഉണ്ടാവും. കാര്യം നിങ്ങൾ വെല്ലുവിടുത്ത നേതാവാണോ? നമ്മൾ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേതാവൊന്നുമല്ല. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ. ഒരു നാട് ആരോഗ്യമേഖലയിൽ എത്രമാത്രം ഉണരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. ഇന്നിവിടെ എനിക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്താനുണ്ട്, എന്നാലും ഈ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു വന്ന്. കുറേ ദൂരമാണ് ഞാൻ പാർക്ക് ചെയ്തത് കുറേ ദൂരമാണെങ്കിലും അവിടുന്ന് കുറേ ദൂരം നടന്നു വരാൻ പറ്റി. നമുക്കുണ്ടാകുന്ന ഡിലേകൾ പോലും നമുക്ക് വരുന്ന ഒരു ആരോഗ്യ മേഖലയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റായി മാറുന്നൊരു കാഴ്ചയാണ്. ഓക്കെ, മാക്സ് 7-ഉം മഞ്ചേരി മുനിസിപ്പാലിറ്റിയും പിന്നെ സംയുക്തമായിട്ട് പിന്നെ 3 കളക്ടറെ അല്ലേ, നെല്ലിക്ക. ഓക്കെ പ്രധാനമായിട്ടും അതാണ് ആരോഗ്യപ്രഭ. യെസ്, ആരോഗ്യപ്രഭ. പ്രഭ ചൊരിയട്ടെ. ഏതായാലും പുതുവത്സരം പിറക്കുമ്പോൾ ഇവിടെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തരായിട്ടുള്ള ഒരുപാട് നാടുണ്ടാവട്ടെ അല്ലേ. നല്ലൊരു തുടക്കമായിട്ടത്. ജീവിതശൈലിക്ക് ഏറ്റവും അഡിക്റ്റഡ് ആയൊരു ജില്ലയാണ് മലപ്പുറം. അതിന് വിപരീതമായിട്ട് ഈ അഡിക്ഷൻ മാറിയിട്ടുള്ള ജില്ലയായി മാറട്ടെ. ഓക്കെ, മാക്സ് 7 അല്ലേ, മാക്സ് 7 ആണ് വലിയൊരു റെവല്യൂഷൻ അല്ലേ, ആരോഗ്യ മേഖലയിൽ ഒരു വൻ വിപ്ലവം ഉണ്ടാക്കിയതാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു ജനാവലിയാണ്. ജനാവലി എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഇത് ഏകദേശം 7 മണിക്ക് കളക്ടർ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓഹോ, നമ്മളെ സ്വന്തം മെമ്പർ. എല്ലാ പാവങ്ങളും ഇതുപോലെ പരിപാടി നഗരസഭയ്ക്ക് മുന്നിൽ അഭിനന്ദിക്കുന്നു. അതല്ല നിങ്ങൾ പിന്നെ എപ്പോഴും ഓട്ടാണ്? ഞാൻ ഓട്ടാണ്. രാവിലെ 1 മണിക്കൂർ കളിക്കുന്ന ആളാണ്, മഞ്ചേരി മുനിസിപ്പാലിറ്റി തന്നെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഈ വർഷം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓഹോ, നിങ്ങൾ ഇതിന്റെ മെയിൻ ട്രെയിനറാണ്? ഞാൻ ഏരിയ കോർഡിനേറ്റർ. 1.5 മണിക്കൂർ പ്രോഗ്രാമാണ് ഈ മാക്സ് 7. അതെ, 21 എക്സസൈസ് മാക്സിമം 21 മിനിറ്റ് അല്ലെങ്കിൽ 25 അരമണിക്കൂർ മാക്സിമം. ലീഡർ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് ടൈം കൂടും. കയറി വന്നാൽ 1 മണിക്കൂറിനുള്ളിൽ. നമ്മളിപ്പോൾ ആരോഗ്യപരമായിട്ട് ആഴ്ചയിൽ ദിവസം 30 മിനിറ്റ് വെച്ച് 5 ദിവസം എന്നുള്ള പ്രോട്ടോകോൾ അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത്? അതല്ല, ഡെയിലി ഒരു ദിവസം ഒഴിവില്ല. അതിൻ്റെതായ നിങ്ങൾക്കുണ്ടായ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്? വളരെയധികം മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഈ ജീവിത രോഗങ്ങളൊക്കെ കണ്ടല്ലോ. എനിക്കിപ്പോൾ എൻ്റെ ഊരവേദന, കാലുകടച്ചിൽ,
മാറ്റമുണ്ടല്ലേ? അപ്പോൾ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം നോർമലാണ്. ഇപ്പം കാലിന് തരിപ്പുണ്ടായിരുന്നു, അത് നോർമലാണ്. അത് നോർമലാണ്. ഇപ്പം എല്ലാം പോയി. ആദ്യം ഒരു മുള്ളൊക്കെ കുത്തിയാലും നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അധ്വാനം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം വന്നത്? അധ്വാനം ഇല്ലാത്തതുകൊണ്ടാണ് അസുഖം വരുന്നത്. നമ്മൾ ഇപ്പോൾ അതായത് ഭക്ഷണം പുറത്തുനിന്നും അധ്വാനമല്ല, അത് ഭക്ഷണം വരാൻ കാരണം. എന്താണ് മാറ്റങ്ങൾ? ഫുൾ വെള്ള വൈറ്റാണ് നമ്മളെ ഡ്രസ്സ്. ഈ യൂണിഫോമിന് എന്തെങ്കിലും? 2 യൂണിഫോമുള്ള, ഒന്ന് നീല ഒന്ന് വൈറ്റ്. നീല 1-8 ദിവസങ്ങൾ നീല. ഡോക്ടർ പോവാൻ നിൽക്കുക, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡോക്ടർ എന്തായാലും വിളക്കമാടം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. മഞ്ചേരി നഗരസഭ ആരോഗ്യപ്രഭ എന്ന പേരിൽ ജീവിതശൈലി രോഗങ്ങൾക്കൊരു തടയിടാൻ വേണ്ടിയിട്ട് മഞ്ചേരി നന്മയുള്ള ആരോഗ്യം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. നിങ്ങളെ റെവല്യൂഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം നിൽക്കുന്ന ഒരാളാണ്. മുന്നിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. മെല്ലെ സ്പീഡിൽ ചെയ്യരുത്. മുട്ടിനുണ്ടാകുന്ന മുറുക്കവും മെറ്റബോളിസം വർദ്ധിക്കാനും കൊഴുപ്പലിഞ്ഞു പോകാനും ശരീരത്തെ മൊത്തം മസിലുകൾ ശക്തിപ്പെടുത്താനും സൈഡിലേക്ക് കറക്കിയെടുക്കുക. തൈറോയിഡ് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കഴുത്തിനുണ്ടാകുന്ന വേദന, ചലന പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് ഓറൽ വെർട്ടിഗോ പോലെ തലമിന്നൽ, തലവേദന, അതേപോലെ തന്നെ മൈഗ്രെയിൻ ഒക്കെ പരിഹരിക്കുന്നതിന് വളരെ ഫലം കണ്ടിട്ടുള്ള ഒരു എക്സസൈസാണ് ഹെഡ് റൊട്ടേഷൻ. എന്നെ നോക്കുക, എൻ്റെ കൂടെ ചെയ്യുക. സിഗ്നൽ അനുസരിച്ച് മാത്രം ചെയ്യാം. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ സാവധാനത്തിൽ ബ്രീത്തിങ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിലേക്ക് നന്നായി ഓക്സിജൻ പ്രവഹിക്കുകയും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എളുപ്പമാവുകയും ശരീരത്തെ മൊത്തം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ശ്വസന വ്യായാമങ്ങളും. ത്തിന്റെ ഒരു സൂര്യോദയമാണ് നമുക്ക് അവിടെ നിരീക്ഷിക്കാൻ പറ്റുന്നത്. ഈ ഗ്രൗണ്ട് നിറയെ ആളല്ലോ. സോഷ്യലായിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഇമ്പാക്ട് കൂടുതലേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും. പരസ്പരം അങ്ങോട്ട് നാട്ടിൽ തമ്മിലുള്ള പരിചയപ്പെടലും ആളുടെ ഡെയിലി കാണാനൊക്കെ ഉള്ളൊരു സന്ദർഭം കൂടിയാണ്. എക്സൈസിനപ്പുറത്ത് ഒരു സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ. അതൊക്കെ സോൺ 3 ആണ്. സോൺ 3യിലുള്ള കോർഡിനേറ്റർ. ഈ കാണുന്നത് മൊത്തം സോൺ 3 കോർഡിനേറ്റർ. ജില്ലയിൽ 4-5 കോർഡിനേറ്റർ ഉണ്ടാവും. അതിൽപ്പെട്ട ഒരാളാണ്. എന്താണ് ഈ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് വളരെ സന്തോഷത്തിലാണ്. ഹാപ്പിയാണ്. ഒബ്സർവറായി പോകണ്ടോ? ഒബ്സർവറായി പോകണ്ടോ? ഓൾറെഡി ചെയ്തു വരികയല്ലേ. ഹലോ, എന്താ നിങ്ങളിവിടെ ഒബ്സർവറായി നിൽക്കുന്നത്? അങ്ങോട്ട് ഇറങ്ങാൻ നമ്മളെ X7 ബ്ലോഗർ കൂടിയാണ് മുമ്പ് അല്ലേ? അയ്യോബ് ഭയങ്കര. ഞാൻ നിങ്ങളെ സ്ഥിരം വ്യൂവറാണ്. ഞാൻ ഇന്നലെ കാണല്ലേ അവിടെ പോയി ചെയ്യ്. के लिए इधर आया है क्या? उधर जाकर करो. हाँ, देख कर भी सकता है. उधर जाकर करना, एक्सरसाइज करो. बेटा का एक्सरसाइज करता है. एक्सरसाइज करना सेशन പങ്കെടുക്കാൻ പറ്റൂല, ഡ്യൂട്ടിയാണ്. ധൃതിയിൽ ഓതണം. സമയമില്ല സമയത്തും എല്ലാ ടാസ്കുകളും പൂർത്തീകരിച്ചിട്ട് ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതുണ്ട്. രാവിലെയാണ്. രാത്രി ഉറക്കത്തിൻ്റെ കുറവുണ്ടായിരുന്നു. എന്നാലും എല്ലാ ടാസ്കും പൂർത്തീകരിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം അല്ലേ? ആൾക്കാർ വ്യായാമം ചെയ്യാതെ ലഹരി ഉപയോഗിച്ച് പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് ആരോഗ്യം നശിപ്പിക്കുകയാണ്. നമ്മൾ ആരോഗ്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ അല്ലേ? ഏതായാലും മഞ്ചേരി നഗരസഭ തുടക്കം കുറിച്ച ഈ ഒരു യജ്ഞം കേരളം മുതൽ ഒരു പോസിറ്റീവ് വൈറസ് ആയിട്ട് വ്യാപിക്കട്ടെ. ഇതൊരു റെവല്യൂഷനായി വരട്ടെ. നാട് മൊത്തം മഞ്ചേരി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ ഹാപ്പിയാണല്ലേ നാടിങ്ങനെ ഉണരുന്നത് കാണുമ്പോൾ. ഓൾറെഡി ഫിറ്റാണ് അല്ലേ?